ഹായ്, ഞാനിന്ന് ഇവിടെ ഗാന്തല്ലൂർ ദൃശ്യം ഷൂട്ടിംഗ് പോയിന്റിൽ വന്നപ്പോൾ നമ്മളൊരു ഏട്ടനെ പരിചയപ്പെട്ട്. ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ദാമോദരൻ. ഞാനിവിടെ പണിക്കുവേണ്ടി നിൽക്കുന്ന ആള്. ദാമോദരൻ നമുക്കൊരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാധനം? നമുക്ക് ഈ പുൽത്തൈൽ ഉണ്ടാക്കി കിടക്കുന്ന എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കാണിക്കാൻ പോകുന്നത്. അപ്പൊ ദാമോദരട്ട് നമുക്ക് പുൽത്തൈൽ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാൻ പോകും. ഇത് നിങ്ങളെ വീടാ? വീടല്ല, ഇതാണ് പുൽത്തൈലുള്ള സ്ഥലം. ഇവിടെ കച്ചവടങ്ങളുണ്ടല്ലേ? കച്ചവടങ്ങളുണ്ട്. ഇതെന്താ സാധനം? ഇതിലാണ് പുൽത്തൈൽ ഉണ്ടാക്കി കിടക്കുന്നത്. പുൽത്തൈൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ പുൽത്തൈൽ എങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത് ഞാൻ പറഞ്ഞു കാണിക്കാം. ഇവിടെ ചെറുത്ത് ഇവിടെ വേണം. അപ്പൊ ആ പുല്ല് കാണുന്നല്ലേ, ആ പുല്ല് വെയിൽ സമയമാണെങ്കിൽ ഒരു ദിവസം മുറിച്ച് പറയുമ്പോൾ തന്നെ ഇടണം. പിറ്റേ ദിവസം നമ്മളിവിടെ ഷെട്ടിലാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു 3 അടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കണം. 3 അടി ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം. തീ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി തിളപ്പിക്കണം. വെള്ളം ചൂടാക്കി തിളപ്പിക്കുന്ന ശേഷമാണ് നമ്മൾ ഇവിടെ പുല്ലാക്കേണ്ടത്. ഇവിടെ പുല്ലിടുക. എന്നിട്ട് ഒരു അരമണിക്കൂർ പിടിപെടണം. എന്തിന്? ആവി വരാൻ വേണ്ടി. ഇത് കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത്. ആവി വന്നേക്കല്ലേ? അപ്പൊ അതിന് ശേഷം നമ്മള് ഈ ചെമ്പിനകത്ത് എത്രത്തോളം പുല്ല് കയറ്റാൻ പറ്റും അത്രത്തോളം പുല്ല് കയറ്റുക. ഈ കമ്പം കൊണ്ട് കുത്തി കയറ്റുക. ഇവിടെ ഇങ്ങനെ നന്നായിട്ട് കുത്തി കയറ്റണം. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പുല്ല് ചാണക ചണ്ട് കൊണ്ടുവന്ന് സ്റ്റീൽ ചെയ്യുക. സ്റ്റീൽ ചെയ്യണം, ആവി പോകാത്ത രീതിയിൽ കവർ ചെയ്യണം. 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നീരാവിയായിട്ട് താഴെ പോകും. പുറത്തൊരു പാത്രമുണ്ട്, അവിടെ പോയി ചേരുമ്പോൾ 3 തരമായിട്ട് തിരിഞ്ഞു നിൽക്കും. 3 തരമായിട്ട് തിരിഞ്ഞു നിൽക്കും. ഏറ്റവും താഴെ വെള്ളവും സെൻട്രൽ മട്ടും ടോഫിൽ തൈലം. ഏറ്റവും താഴെ വെള്ളവും സെൻട്രൽ മട്ടും ടോഫിൽ തൈലം. ആ ഒറിജിനൽ തൈലാണ് ഇത്.